ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടീൻ്റെ ആദ്യ കുർബാനായിരുന്നു. അപ്പോൾ അവിടെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി ആയിരുന്നു, നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇത് നമ്മൾ അമ്മച്ചീൻ്റെ വീട്ടിൽ പോട്ടോ. അമ്മച്ചീൻ്റെ വീട്ടിൽ ചെമ്പരത്തി പോവാണ്. ഇതിപ്പോൾ റോഡ് സൈഡിൽ നിന്ന് ഒരു 10 മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മളെ വീട്ടിൽ അമ്മച്ചീൻ്റെ. അപ്പം നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗേൾസ്. ഇതോ ഇതാണ് അമ്മച്ചീൻ്റെ വീട്. ഇതാണ് അമ്മച്ചീൻ്റെ കുട്ടികൾ കേട്ടോ. ദമ്മിണി ഇതാരാ? ഇതിന്റെ പേരെന്താ? അയ്യോ മുന്നിൽ വന്നേ. പിന്നെ അമ്മച്ചിക്ക് 2 മക്കളുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ വർക്കിന് പോണ സമയത്ത് അമ്മച്ചി ഇവിടെ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെടികളോടും പൂച്ച മൃഗങ്ങളൊക്കെയാണ് അമ്മച്ചീൻ്റെ ഫ്രണ്ട് കേട്ടോ. അമ്മച്ചീൻ്റെ കുഞ്ഞു വീട് എന്ന് പറയുന്നത്, പക്ഷെ അമ്മച്ചീൻ്റെ വിശാലമായ വീടാണ്. വരി. എന്തൊക്കെ വേണം? ഒന്നും വേണ്ട അമ്മച്ചി. മറ്റേ ഇത് മതി. എന്താണ് ചൂല്. നമുക്ക് അമ്മച്ചീന്റെ വീട്ടിലത്തെ പ്ലാന്റ് ഉണ്ടോ? ചെറിയ വീടാണ് അമ്മച്ചീന്റെ, പക്ഷെ എന്നാലും നല്ല വൃത്തിയായിട്ട് അമ്മച്ചി മാത്രമുള്ളത്. ഇത് അമ്മച്ചീന്റെ ഫ്രണ്ട്സ് അടുത്തൊക്കെ നമ്മളവിടെ ചിക്കൻ ബിരിയാണി ഒക്കെ വന്ന് വാങ്ങിക്കൊണ്ടിട്ട് ഞങ്ങളെ മൈൻഡ് പോലും ആക്കണില്ല. ഞങ്ങൾ കൊടുന്ന കൊടുത്ത ചിക്കനാ. ഇത് അമ്മന്റെ ഇറയം. അങ്ങനെ ഇത് അമ്മച്ചീൻ്റെ ഇളയ മോൻ കിടക്കണ സ്ഥലം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് കിടക്കണത്. പക്ഷെ അവർക്ക് ഇഷ്ടമാണ് അങ്ങനെ കിടക്കണത്. നല്ല സുഖലിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ. നല്ല കിട്ടിയില്ല. കാറ്റ് പറഞ്ഞില്ലേ? വന്നതാ. കാറ്റൊക്കെ ഉണ്ടമ്മ? എനിക്ക് മാത്രം. എനിക്കുണ്ട് അമ്മച്ചീന്റെ ടീം. ചായ വെക്കട്ടെ. വേണ്ട വേണ്ട. അതിന്റെ മുകളിൽ കയറി ചൂലെത്തരണം വേണം ചെടുത്തോ. നമുക്ക് ജസ്റ്റ് നോക്കിയാലോ ചൂല്. അമ്മച്ചീന്റെ യേശുവിന്റെ ചിത്രം ഉണ്ട്. അമ്മച്ചി ഭയങ്കര ദൈവവിശ്വാസി കേട്ടോ. അമ്മച്ചീന്റെ ടെറസിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടത്. ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് നമ്മളെ അമ്മച്ചിക്ക്. നല്ല അടിപൊളി ഗ്രൗണ്ട് ഉണ്ട് കണ്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്മച്ചിക്ക് ഒരു അമ്പലമുണ്ട്, ഒരു ഇടവഴി ഉണ്ട്. പിന്നെന്താ, പിന്നെ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഇവിടെ കുട്ടികൾ കളിക്കുകയും ചെയ്യാം. പിന്നെ മലയൊക്കെ കാണാം നമുക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട്. പിന്നെ അങ്ങനെ കുറേ വീടുകളൊക്കെ ഉള്ളൊരു സ്ഥലം കേട്ടോ. അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ അമ്മച്ചിക്കില്ലമ്മ. ഈ അമ്പലം എത്ര പഴക്കം ഉണ്ടാവും? കഴിഞ്ഞ ശനിയാഴ്ച ഉത്സവം. നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളെ ഇറച്ചിമേനൊക്കെ ഒരു ജാതി ഒരു മതം ഒരു ദൈവട്ടോ അവിടെ. പിന്നെ അമ്മച്ചീൻ്റെ മോള് ചെയ്ത ഗ്ലാസ് പെയിൻറ്റിങ് കണ്ടത് നല്ല ഭംഗിയില്ല കാണാൻ. മുല്ലച്ചെടി കേട്ടോ. മുല്ല കാണുന്നുണ്ടോ വെച്ചാൽ മുല്ല ഉണ്ട്. കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം, അല്ലാതെ കാണൂല കേട്ടോ. അമ്മച്ചീൻ്റെ പച്ചക്കറിത്തോട്ടം നമുക്ക് നോക്കാം. ഇതാണ് അമ്മച്ചീൻ്റെ പച്ചക്കറിത്തോട്ടം കേട്ടോ. അതിൽ അമ്മച്ചീൻ്റെ പടവലാണ് ഇത് വിളഞ്ഞ് നിൽക്കുന്നത്. ഒരു പടവലേ ഉള്ളൂ, പിന്നെ ബാക്കി പച്ചതാ കൊറേ ഉണ്ടായി. ഒക്കെ പറിച്ച് ഇപ്പൊ കായ്ക്കുന്നുണ്ട്. ഇത് നമ്മളെ അമ്മച്ചീൻ്റെ ഇത് മുളക് കേട്ടോ. മുളക് ചെടിയാണ്, നിറച്ചും മുളകുണ്ട്. പിന്നെ നമുക്ക് കടയിലൊന്നും പോയിട്ട് വെറുതെ വാങ്ങണ്ട, ഇവിടെ തന്നെ എല്ലാം ഉണ്ട്. പടവലുണ്ട്, പിന്നെ വേറെന്താ തക്കാളി പച്ചമുളക് പടവലങ്ങൾ ഉണ്ടായി വരികയാണ്. അത് അതിനൊക്കെ ചരടിടണം, എന്നാലേ പടർന്ന് പിടിച്ചോളൂ. ഇത് നമ്മളെ കാന്താരി കേട്ടോ. ഇത് എവിടെയും കിട്ടാത്ത സാധനമാണ് ഈ കാന്താരി. കാന്താരി ഉണ്ടോ വിളഞ്ഞ് നിൽക്കണം. കാന്താരി പറിച്ചോ കുറച്ച്. കാന്താരി ഇട്ടിട്ട് നമ്മളൊരു ഫുഡ് വിറക് വരാന്നൊക്കെ പറയില്ലേ. പഴയ ബൈക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവര് പഴയ അടുക്കളയായിരുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ ഓലപ്പരയാണ് കേട്ടോ. ഇവിടെ ഒരു ബാത്റൂം ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു അലക്കണ കല്ലുണ്ട് കേട്ടോ. അലക്കണ കല്ലും പിന്നെ ഇവിടെ ഒരു പൈപ്പ്
പിന്നെ അപ്പുറത്തൊക്കെ അമ്മച്ചീൻ്റെ കൃഷികളാണ്. പിന്നെ അമ്മച്ചീൻ്റെ സംസാരം കേട്ടോ. അമ്മച്ചീൻ്റെ പണ്ടത്തെ വരലാണ്. ചെക്കന്മാരൊക്കെ പെണ്ണിട്ടാനായില്ലേ. അപ്പൊ കല്യാണത്തിനൊക്കെ ആവുമ്പോ ആൾക്കാർ വരുമ്പോ സ്ഥലം വേണ്ടേ. അപ്പൊ ഇത് തന്നെ അടുക്കള ആക്കാന്. അപ്പൊ അവിടെ ആദ്യം അവിടെ കൊടുത്തളം ഉണ്ടായിരുന്നു. ചുവന്ന് കിടക്കണ്ട മുളക്. അമ്മച്ചി ഇവരെ മറ്റേ ഇത് കയറ്റിയ പോലെ ആവും. കരിമ്പങ്കാട്ടില് പറിച്ചെടുത്ത മുളക് ഞങ്ങൾ അമ്മച്ചിയാണത്. പഠിച്ചൊക്കെ ആയിക്കഴിഞ്ഞപ്പോ അവളെ അമ്മ മരിച്ചേ. എന്റെ അവിടെ ഇരിക്കണ മോനില്ലേ അവന്റെ കുട്ടിയോള് 2-ാം വർഷം ആവുക. ബ്ലൗസൊക്കെ വണ്ണം കൂടി വണ്ണുണ്ടായി. 89 കിലോ ഉണ്ടായി. വെളിച്ചിന് മുളക് കഴിക്കുമ്പോ ചക്ക പോലെയായിരുന്നു. ചെടി പറിച്ചിട്ടോ. ഇത് പറ്റിയതല്ലേ കോവക്ക ചെടി? കോവക്ക വള്ളി കോവക്ക ഇല്ലേ ഇപ്പൊ ഇത് കുട്ടികൾ പറിച്ചിട്ട് ഇങ്ങനെ തിന്നും. ഇതാ കോവക്ക ആയിട്ടുണ്ട്, ചെറിയ കോവക്ക കേട്ടോ. അത് കുഞ്ഞല്ലേ, വലിയത് ഉരുണ്ടുണ്ടാവും. കോവക്ക ഒന്ന് പഴുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ ഉള്ളില് പഴുത്ത് കിടക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഇതാ ഉണങ്ങി പൊയ്ക്കണേ. പറിച്ചോണ്ടോയിക്കുന്നല്ലോ. പിന്നെ ഇതാ കൊറേ എണ്ണം ഉണ്ടാകുന്നുണ്ട്. ചെറിയതായിട്ട് ഉണ്ടാവണുള്ളൂ, പക്ഷെ നമ്മള് പറിക്കാൻ പറ്റും. വലിയ കായ് ഉണ്ടായിരുന്നു രാവിലെ. ഒക്കെ പറിച്ചിട്ട് ഇങ്ങനെ വഴി കൂടെ നടക്കുന്നവര് പറിച്ച് തിന്നുന്നതാ. അങ്ങനെ അമ്മച്ചി ഓരോ ചെടികളും ഞങ്ങൾക്ക് പൊട്ടിച്ച് തരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ നമ്മൾ കാണാത്ത പല ടൈപ്പ് ചെടികളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മച്ചി ഓരോ ചെടികളും മുറിച്ചിട്ട് നിങ്ങൾ കൊണ്ടേക്കോളി അറിയാം. ഈ സാധനം എന്താ? ഇതില്ല, ഇതെന്താ സാധനം? അതിന്റെ തണ്ട വേണ്ട. അല്ല എന്താ സാധനം അതോ? ഈ പല കളർ ചെടി ഉണ്ടാവൂലേ, അതാണല്ലേ. പിന്നെ ഒരു ചെടി. പിന്നെ മത്തനൊക്കെ ഉണ്ടല്ലോ ഇവിടെ. മത്തനുണ്ട്, അങ്ങനെ പടർന്ന് ഒഴിച്ച് കിടക്കണം ഇവിടെ. മത്തനുണ്ട്, എല്ലാ ചെടികളും ഉണ്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ, പക്ഷെ കാണൂല. കിട്ടിയിട്ടില്ലേ ഇത് വേണമെന്നോ? ഈ പൂച്ചെന്തിനാ ഇത് പ്രസവിച്ച കൊറേ കുട്ടികൾ കിട്ടും. ഞങ്ങള് വേണ്ടേ, നിങ്ങക്ക് ചോറിനോട് താല്പര്യമില്ല? ചോറിനൊന്നും താല്പര്യമില്ല? ചോറ് വെക്കണം ഇന്നിപ്പോ, വന്നിട്ട് വേണം. അങ്ങനല്ലേ ചോദിച്ചത്. ചോറിനോട് താല്പര്യം, ഇതിനോടാണ് താല്പര്യം. ഇതിനോടാട്ടോ താല്പര്യം. പണി ചെയ്തോ അത് ഏറെ പറിക്കുമ്പോ നല്ല മഴക്കാലത്ത് അമ്മ ഇത് ഇച്ചിരി വായിലിട്ടവര് അവർക്ക് എല്ലാവർക്കും ഞാൻ അമ്മയും കുഞ്ഞേച്ചിയായിരുന്നു. ഞങ്ങളെ മാനേജർ ഒരു അമ്മച്ചെന്ന് വിളിക്കുക. അങ്ങനെ അന്ന് ഞാൻ ചെറുതാ. എന്നിട്ട് അന്നും ഇന്നും എല്ലാവർക്കും അമ്മയാണ്. ഇവിടെ ഈ കുഞ്ഞിനോട് മുഴുവൻ അമ്മച്ചിയാണ്. അങ്ങനെ ചൂലും വാങ്ങിയിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മച്ചിക്ക് അതൊരു ആശ്വാസമാവല്ലോ. പിന്നെ അമ്മച്ചീൻ്റെ പൂച്ചക്കുട്ടികളോടും 4-5 പട്ടിക്കുട്ടികളൊക്കെ ഉണ്ട് അവിടെ. എൻ്റെ കൂടെയൊക്കെ ബായ് പെണ്ണുങ്ങൾ ഇറങ്ങിട്ടോ. പിന്നെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ പിന്നെ തറവാട്ടിലേക്ക് അവളെ കൂട്ടിപ്പോയി. അവിടുന്ന് കുറച്ച് കൊക്കക്കായ് പറിച്ചു കൊടുത്തു. കൊക്കക്കായിൻ്റെ സീസണ് വല്ലാണ്ട് ആയിട്ടില്ല, എന്നാലും ഓളൊരു ആഗ്രഹമല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് മാങ്ങയും ചാമ്പക്കൊക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായതൊക്കെ ഞാൻ പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങോട്ടൊക്കെ പോയത് കേട്ടോ. അവിടെ എന്ന് പറഞ്ഞാൽ കണ്ടോ, മറ്റേ അവിടുന്ന് ചുരുമലയിൽ നിന്നൊക്കെ വെള്ളം ഒലിച്ച് വന്ന സ്ഥലമാണ്. അവിടുന്ന് ആൾക്കാരൊക്കെ ഒലിച്ച് വന്നൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ ഇവക്കത് കാണണം എന്നാണ് പോളം കൊണ്ട് അങ്ങോട്ട് പോയായിരുന്നു കേട്ടോ. അതൊക്കെ നടത്താം, നല്ലൊരു പ്രോപ്പർട്ടിയാണ്. മന്നത്ത് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ആവശ്യമുള്ളവർക്കൊക്കെ ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്യും. പിന്നെ ക്യാമ്പ് ഫയർ ഒക്കെ നടത്താൻ പറ്റിയ നല്ലൊരു സ്ഥലം കേട്ടോ ഇത്. അതേപോലെ ചെറിയൊരു ഹട്ടുണ്ട്, രാത്രി ചില്ല് ഔട്ട് ചെയ്യാൻ പറ്റിയ, ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഫാമിലീൻ്റെ ഒക്കെ കൂടെ ചില്ല് ഔട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ ഞങ്ങൾ ഒരു അവക്കാട പറിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ 3 കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ നേരെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഞങ്ങൾ അടിപൊളി ഒരു നാരങ്ങ സർബത്തും കുടിച്ചിട്ട് അവിടെ നിന്ന് പിരിഞ്ഞിട്ടു ഞങ്ങൾ രണ്ടാളും. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദ നെക്സ്റ്റ് വീഡിയോ. സീ യു ആൻഡ് ടേക്ക് കെയർ. ബൈ ബൈ.